അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കണ്ണൂരാണ് നിൽക്കുന്നത്. കണ്ണൂർ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് കണ്ണൂർ ടൗണിൽ തന്നെയുള്ള ഒരു ലോഡ്ജിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഇതേ പുറത്തേക്കൊന്ന് ഇറങ്ങിയേക്കാണ്. ഇന്ന് 2-3 സ്ഥലങ്ങൾ കാണാനുണ്ട്. ഒന്ന് നമ്മുടെ ആയിക്കര ഫിഷിംഗ് ഹാർബറാണ്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തത് കണ്ണൂർ കോട്ടയുണ്ട്. അവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട്. ലൈറ്റ് ഹൗസിന് മുമ്പ് വന്നപ്പോൾ എനിക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അവിടെ കൂടെ ഒന്ന് കയറണം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓൺ ചെയ്ത് വെച്ചേക്കുക. സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഏതായാലും വീഡിയോയിലേക്ക് ഗുയ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ആയിക്കര ഫിഷിംഗ് ഹാർബറിലാണ് കേട്ടോ. ആയിക്കര ഫിഷിംഗ് ഹാർബർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും തിരക്കേറിയ ഒരു സ്ഥലമാണ്. അത് രാവിലെയൊക്കെ വരുവാണെങ്കിലോ അല്ലെങ്കിൽ ഉച്ചക്കൊക്കെ വരുവാണെങ്കിലൊക്കെ നല്ല തിരക്കായിരിക്കും. രാവിലെ തന്നെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ മീൻ വാങ്ങിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പം ആ ഒരു ഫിഷിംഗ് ഹാർബറിലേക്കാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇവിടെ വീഡിയോ എടുക്കുന്നതിനൊക്കെ ആയിട്ടുള്ള ചില പരിമിതികളുണ്ടോ, അത് ഭയങ്കര തിരക്കാണ്. നമുക്ക് ഇടയിൽ കയറിയിട്ട് നമ്മുടെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ബട്ട്ലർക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ ജസ്റ്റ് അകത്തേക്ക് കയറിയിട്ട് പറ്റാവുന്ന പോലെ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഇവിടെ അകത്തേക്ക് കയറേണ്ട ടോൾ കൊടുക്കണം. നമ്മുടെ വണ്ടി കയറ്റുന്ന 20 രൂപ ടോൾ ഉണ്ട് ഇത് വാങ്ങിച്ചായിരുന്നു. കാറിനാണെങ്കിൽ 40 രൂപ. അതുപോലെ തന്നെ ഓട്ടോയ്ക്കും അറൗണ്ട് ഒരു 30 രൂപ എന്തോ പൈസ കൊടുക്കണം. അപ്പം അങ്ങനെയാണ് വണ്ടി അകത്തേക്ക് കയറ്റുന്നത്. പിന്നെ ഈ ഒരു ഹാർബറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ കൊച്ചിയിൽ കണ്ട നമ്മളുടെ വൈപ്പിൻ, കാളമുക്ക് ഹാർബറൊക്കെ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും എന്താ പറയുക, കടകളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ കടകളും ഉള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ടോൾ ഗേറ്റ്. ഇപ്പോൾ ഞാൻ ഇപ്പം ആ ഒരു ഹാർബറൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ അടുത്ത് തന്നെ അറക്കൽ മ്യൂസിയം ഉണ്ട്. പണ്ടത്തെ അറക്കൽ കുടുംബമാണ്. ആ ഒരു കുടുംബത്തിൻ്റെ തറവാടെന്തോആണ്. അപ്പോൾ അത് മ്യൂസിയമാക്കി മാറ്റിയേക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് ഇനി പോകാൻ പോകുന്നത്. ഇവിടുന്ന് 1 കിലോമീറ്റർ താഴെ ഉള്ളൂ എന്തായാലും, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോകാം. നമുക്ക് അടുത്തിട്ടാണ്. അങ്ങനെ സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പം അറക്കൽ ആ ഒരു മ്യൂസിയത്തിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 10 മണിക്കാണ് മ്യൂസിയം ഓപ്പൺ ചെയ്യുന്നത്. സമയം ഇപ്പം 9:55 ആയിട്ടുണ്ട്. ഇതുവരെ തുറന്നിട്ടില്ല. 10 മണിയാകുമ്പോഴേ തുറക്കുള്ളൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഗുയ്സ്, ഇട പോസ്റ്റാണ്. 10:10 ആരെയും വരാനല്ല തുറക്കുന്നത്. അടുത്തൊരു പള്ളി ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ തന്നെ. അറക്കൽ കുടുംബത്തിൻ്റെയൊക്കെ എന്തോ ഒരു ഇതിൽ വരുന്നൊരു പള്ളിയാണ്. നമുക്ക് ജസ്റ്റ് ആ പള്ളി ഒന്ന് പോയി കണ്ടു വെച്ചാൽ കേട്ടോ. എന്തായാലും പോസ്റ്റാണ്, അങ്ങോട്ടേക്ക് പോവാം. ഗുയ്സ്, ഇതാണ് കേട്ടോ ആ ഒരു പള്ളി. അറക്കൽ കുടുംബത്തിൻ്റെയൊക്കെ എന്തൊക്കെയോ പരമ്പരയൊക്കെയുള്ള പള്ളിയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ആ ഒരു പള്ളിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ നേരെ അറക്കൽ മ്യൂസിയത്തിന് മുമ്പിലേക്ക് എത്തി കേട്ടോ. പണ്ടത്തെ അറക്കൽ കൊട്ടാരത്തിന്റെ ദർബാർ ഹാൾ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തെ ഏതാണ്ട് 1 കോടി രൂപയോളം ഗവൺമെന്റ് ചെലവാക്കിയിട്ടാണ് റിനോവേറ്റ് ചെയ്ത് ഇന്നീ കാണുന്ന മ്യൂസിയം ആക്കി മാറ്റിയിട്ടുള്ളത്. ഇവിടെ ഒരു എൻട്രൻസ് ഫീസ് ഉണ്ട്, 20 രൂപ എൻട്രൻസ് ഫീസ്. പിന്നെ ക്യാമറ യൂസ് ചെയ്യണമെങ്കിൽ ഒരു എക്സ്ട്രാ 30 രൂപ കൊടുക്കണം. അപ്പം ടോട്ടൽ ഒരു 50 രൂപ ഞാനിവിടെ പേ ചെയ്തിട്ടുണ്ട്. ഈ അറക്കൽ കുടുംബം എന്ന് പറയുന്നത് കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമാണ്. അറക്കൽ കുടുംബത്തിന്റെ ആ ജിനോളജി ഉണ്ടല്ലോ, അവരുടെ തലമുറകളും അവരുടെ പേരുകളും ഒക്കെ ഇവിടെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു കൊട്ടാരത്തിനൊക്കെ ഏതാണ്ട് 200 വർഷത്തോളം പഴക്കമുണ്ട് കേട്ടോ. 2005 മുതലാണ് ഇത് പൊതുജനങ്ങൾക്കായിട്ട് മ്യൂസിയം ആക്കി ഓപ്പൺ ആക്കി കൊടുത്തത്. അറക്കൽ കുടുംബത്തിന്റെ ആ ഒരു ഫാമിലി സീൽ ഉണ്ടല്ലോ, രാജമുദ്ര, അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു മ്യൂസിയത്തിന്റെ ഒക്കെ ഉടമസ്ഥാവകാശം ഇപ്പോഴും അറക്കൽ ഫാമിലി ട്രസ്റ്റിന്റെ കീഴിലാണ്. ഈ അറക്കൽ കുടുംബത്തിലെ രാജാക്കന്മാരെ വിളിക്കുന്ന പേര് അലി രാജ എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ അവരുടെ പത്നിമാരെ അറക്കൽ ബീവികളെന്നും പറയും. ഈ മ്യൂസിയത്തിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. പണ്ടത്തെ ആ ഒരു അറക്കൽ കുടുംബത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് ഫർണിച്ചറുകളും അന്ന് അവർ ഉപയോഗിച്ചിരുന്ന കുറേ സംഭവങ്ങളൊക്കെ ഈ ഒരു മ്യൂസിയത്തിലെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൊട്ടാരത്തിൻ്റെ കൂടുതൽ ഭാഗങ്ങളും തടികൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അന്ന് അവർ ഉപയോഗിച്ചിരുന്ന ഹാളുകളും കസേരകളും മേശകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു മ്യൂസിയം തിങ്കളാഴ്ച തുറക്കില്ല, ബാക്കി എല്ലാ ദിവസങ്ങളിലും ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ വരുമ്പോൾ. അപ്പോൾ അറക്കൽ കുടുംബത്തിൻ്റെ ഭരണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നിരുന്നത് കേട്ടോ. ആ ഒരു ബിൽഡിങ്ങിൽ നടന്നിരുന്നത്. ഇപ്പം ഞാനിപ്പോൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ ഒരു കുടുംബമൊക്കെ താമസിക്കുന്ന പുറകിലാണ്. അവരുടെ പണ്ടത്തെ ആ ഒരു വീടും കാര്യങ്ങളൊക്കെ പൊളിച്ച് ചെറിയ ചെറിയ വീടുകളാക്കിയിട്ട് പാർട്ടീഷനൊക്കെ ചെയ്തിട്ടാണ് കുടുംബങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് കേട്ടോ. പണ്ടത്തെ ആ ഒരു അവർ താമസിച്ചിരുന്ന വീട് ഇപ്പോൾ ഇല്ല. അത് പല ഭാഗങ്ങളൊക്കെ ആയിട്ട് പല ആളുകളാണ് താമസിക്കുന്നതെന്നാണ് അറിഞ്ഞത്. ഇതിലപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല, അതവരുടെ പ്രൈവസിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോയി വീഡിയോ എടുക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇപ്പോൾ മ്യൂസിയം കണ്ട് പുറത്തിറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ കണ്ണൂർ കോട്ടയുണ്ട്. കണ്ണൂർ കോട്ട പോയി കാണണം. ഞാൻ ഓൾറെഡി കണ്ടിട്ടുള്ള 2 വട്ടം കണ്ടിട്ടുള്ളതാണ് ഈ കണ്ണൂർ കോട്ട. എന്തായാലും നിങ്ങളെന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി ഒരു 15 മിനിറ്റ് അവിടെ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്തായാലും ഇറങ്ങണം. എന്നിട്ട് നേരെ റൂമിൽ പോകണം, ഫ്രഷ് ആവണം, റൂം വെക്കേറ്റ് ചെയ്തിട്ട് നേരെ കാസർഗോഡേക്ക് പോകണം. പോകുന്ന റൂട്ടിൽ പറശ്ശിനിക്കടവ് പറ്റുകയാണെങ്കിൽ കയറണം, ബേക്കൽ ബീച്ച് എന്തായാലും കയറണം. ഈ 2 സ്ഥലങ്ങളിൽ ഇനി കയറാനുണ്ട്, ഒരു കൂട്ടുകാരനെ കാണാനുണ്ട്. ഇത്രയും പരിപാടികൾ ഇനിയുണ്ട്. അപ്പോൾ എന്തായാലും വേഗം ഇവിടെ നിന്ന് ഇറങ്ങിയേക്കാം. നേരെ കണ്ണൂർ കോട്ട എത്തിയിട്ടാണേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ നമ്മുടെ കണ്ണൂർ കോട്ടയുടെ എടുത്തിട്ടോ സെൻറ്റ് ആഞ്ചലോസ് സ്പോട്ടിൻ്റെ ഫ്രണ്ടിലെത്തി. ഇനിയിപ്പോൾ നേരെ അകത്തേക്ക് കയറട്ടെ. പെട്ടെന്ന് നമുക്കൊരു ഓട്ടോപാച്ചിലെങ്കിലും ഈ സ്ഥലമൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ റൂമിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അകത്തേക്ക് കയറട്ടെ, ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. കോട്ടയുടെ അകത്തേക്ക് കയറുക കേട്ടോ. ഈ ഒരു കണ്ണൂർ കോട്ടയെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാവേ.
കണ്ണൂർ കോട്ട അഥവാ സെന്റ് ആഞ്ചലോസ് ഫോർട്ട് എന്ന് പറയുന്നത് 1505 ഡോൺ ഫ്രാൻസിസ്കോ ഡ അൽമൈഡ എന്ന പോർച്ചുഗീസ് വൈസ്രോയി പണി കഴിപ്പിച്ചൊരു കോട്ടയാണ്. ഈ ഒരു കോട്ടയുടെ 3 വശങ്ങളും കടലുകൊണ്ട് ചുറ്റപ്പെട്ടതാണ്. സമുദ്രനിരപ്പിൽ നിന്നും 40 അടി ഉയരത്തിലാണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത്. ത്രികോണ ആകൃതിയിലാണ് ഈ ഒരു കോട്ട നിർമ്മിച്ചിരിക്കുന്നത്, ട്രയാങ്കിൾ ഷേപ്പിൽ. കോലത്തിരി രാജാവാണ് കോട്ട നിർമ്മിക്കുവാനായിട്ട് പോർച്ചുഗീസുകാർക്ക് സ്ഥലം നൽകിയത്. 158 വർഷം പോർച്ചുഗീസുകാർ ഈ കോട്ട ഭരിച്ചു. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും 1663 ഈ കോട്ട പിടിച്ചടക്കി. 110 വർഷം ഡച്ചുകാർ കോട്ട ഭരിച്ചു. 1 ലക്ഷം രൂപയ്ക്ക് അറക്കൽ രാജ്യത്തെ അലി രാജാവ് ഡച്ചുകാരുടെ നിന്നും ഈ ഒരു കോട്ട വാങ്ങിച്ചു. 1790 ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കി. ഇത് മലബാറിലെ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാന സൈനിക കേന്ദ്രമായി മാറി. അപ്പോൾ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന പീരങ്കികളൊക്കെ നമുക്ക് ഈ ഒരു കോട്ടയ്ക്കുള്ളിൽ കാണാൻ പറ്റും. പിന്നെ ഈ കാണുന്ന പീരങ്കികൾക്കൊക്കെ 1 കിലോമീറ്റർ ദൂരെ വരെ റേഞ്ച് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ എപ്പോഴോ ഇവിടെ എന്തോ ആവശ്യത്തിന് പൈപ്പ് ഒഴിക്കാനായിട്ടോ കേബിൾ ഒഴിക്കാനായിട്ടോ എന്തോ ആളുകൾ വന്നപ്പോഴത്തേക്ക് അത് കുഴിച്ച സമയത്ത് അവർക്ക് കുറച്ച് ഉണ്ടകൾ കിട്ടി. പിന്നീട് ആ ഒരു വെടിയുണ്ടകളുടെ കൂടുതൽ ഭാഗങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്നിട്ട് തുറന്ന് മാന്തിയെടുത്ത് പതിവിടെ ഒരു റൂമിൽ എല്ലാം കൂടി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ ബാരാക്സ് എന്നാണ് കേട്ടോ പറയുന്നത്. അതായത് പണ്ടത്തെ കാലത്ത് പട്ടാളക്കാരൊക്കെ താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ്. ഒരു റൂമുകൾ പോലെ തന്നെ അതിനുള്ളിലാണ് അവർ കിടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. പിന്നെ ഈ കോട്ടയ്ക്കുള്ളിൽ ഒരുപാട് ജയിലുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു അണ്ടർഗ്രൗണ്ട് ജയിലുണ്ട്. ഈ അണ്ടർഗ്രൗണ്ട് ജയിലിൽ കൊടും കുറ്റവാളികളായിട്ടുള്ള ആളുകളെയാണ് താമസിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ജയിലുകളിലേക്ക് ഹൈറ്റൈഡ് വരുന്ന സമയത്ത് വെള്ളം കയറുകയും ഈ തടവുപുള്ളികളെ ആ ഒരു വെള്ളം കുടിച്ച് മരിക്കുന്നത് വരെ അതിനകത്ത് ഇടുകയും ചെയ്യും. ഈ ഒരു കണ്ണൂർ കോട്ടയ്ക്കുള്ളിൽ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2010 പുറത്തിറങ്ങിയ അമൽ നീരദിൻ്റെ സ്റ്റൈലിഷ് ചിത്രമായിട്ടുള്ള അൻവറിലെ കുറേ അധികം സീനുകൾ ഈ ഒരു കോട്ടയ്ക്കുള്ളിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു ജയിലും ആ ഒരു ഫൈറ്റ് സീനുകളൊക്കെ ഈ ഒരു കോട്ടയ്ക്കുള്ളിലാണ് എടുത്തിട്ടുള്ളത്. ഉമ്മാക്ക് പറയരുത്. പിന്നെ 2005 ജയരാജ് സംവിധാനം ചെയ്ത സുരേഷ് ഗോപി ശോഭന കൂട്ടുകെട്ടിൽ ഇറങ്ങിയിട്ടുള്ള മകൾക്ക് എന്ന സിനിമയുടെ ഭൂരിഭാഗം സീനുകളും ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോട്ടയ്ക്കുള്ളിലാണ്. ഇടവമാസപ്പെരും മഴ പെയ്ത രാവതിൽ കുളിരിന്നു കൂട്ടായി ഞാൻ നടന്നു. കാണുന്നില്ല. അതുപോലെ തന്നെ സിബി മലയിൽ സാർ സംവിധാനം ചെയ്തിട്ടുള്ള 2004 പുറത്തിറങ്ങിയ അമൃതം എന്ന സിനിമയിലത്തെ ഓ സൈനബ എന്ന പാട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളതും ഈ ഒരു കോട്ടയ്ക്കുള്ളിലാണ്. വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ്, അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ഥലമാണ് കണ്ണൂർ കോട്ട. എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഇതുപോലെ ഓരോ ആൾക്കാർ എഴുതി വെക്കുന്നതാണ്. രാജീഷ്മ, സുധീഷ്, ഇതായിരുന്നു ഇതുപോലെ ആളുകൾ പേരെഴുതി വൃത്തിയിടാക്കി നോക്കിക്കുക. അമലും പാറും കുന്തം ഇതൊക്കെ ഇതുപോലെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് പോവേണ്ട സ്ഥലങ്ങളല്ലേ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ നമ്മുടെ പേഴ്സണൽ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നതിലും ഒരു ശോകം പരിപാടിയാണ്. ആൾക്കാർക്ക് എന്താണോ അത് മനസ്സിലാവാത്തതാണ്. ഇതിൻ്റെ മേളിലേക്ക് കയറാൻ പറ്റും കേട്ടോ, ആ ഒരു ഭാഗത്തേക്കൊക്കെ കയറാൻ പറ്റും. പിന്നെ ഇത് ഇവിടെ നോക്കിക്കേ, നമ്മുടെ കടലിൻ്റെ നല്ല അടിപൊളി ഒരു വ്യൂ കിട്ടും കേട്ടോ. ഗുയ്സ്, ഈ ഒരു കണ്ണൂർ കോട്ടയുടെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൂടി ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. ഇവിടെ മുകളിൽ കാറിലായിട്ട് ഇപ്പോൾ ആ വീഡിയോ വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ കണ്ണൂർ കോട്ടയെ പറ്റിയിട്ടുള്ള ചരിത്രങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ എന്നെക്കാളും നന്നായിട്ട് ഈ ഒരു ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെയ്ത വീഡിയോകളുണ്ട്. അതിലൊരു 1-2 വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി കയറി കണ്ടു നോക്കുക. ഞാനിപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ഇവിടെ അടുത്ത് കണ്ണൂർ ലൈറ്റ് ഹൗസ് ഉണ്ട്. ഇവിടുന്ന് 2-3 കിലോമീറ്റർ അപ്പുറമാണ്. ലൈറ്റ് ഹൗസിൽ നിന്ന് കണ്ടിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. മുമ്പ് 2 തവണ വന്നപ്പോഴും കാണാൻ പറ്റാത്ത പോയ സ്ഥലമാണ്. അന്ന് 2 തവണ ക്ലോസ്ഡ് ആയിരുന്നു. 2ാമത് ഇപ്പോൾ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ആയിരുന്നു. അപ്പം ഇപ്പോൾ എന്തായാലും അടവിട്ട് നിന്ന് കയറിയിട്ട് എന്തായാലും റൂമിലേക്ക് പോകുന്നുള്ളൂ. എന്തായാലും ഇത്ര സമയം സ്കൂൾ പിള്ളേർ നോക്കിക്കേ. ഗുയ്സ്, അങ്ങനെ ചെയ്യാൻ നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ ആ ഒരു ഭാഗത്തെത്തി കേട്ടോ. ടിക്കറ്റ് എടുത്തു. 20 രൂപ എൻട്രൻസ് ടിക്കറ്റ്, 20 രൂപ. എൻ്റെ കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് 20 രൂപ കൂടെ എക്സ്ട്രാ കൊടുത്തു. ഇത് നമുക്ക് ഇവിടുന്ന് ലൈറ്റ് ഹൗസ് കാണാം കേട്ടോ. ഇത് ആ കാണുന്നതാണ്. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, ലൈറ്റ് ഹൗസ് മ്യൂസിയം. ഇത് നമുക്ക് കയറാം കേട്ടോ. ലൈറ്റ് ഹൗസ് കയറിയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ കയറാം. ഈ ലൈറ്റ് ഹൗസ്
കണ്ണൂർ ലൈറ്റ് ഹൗസ്. നമ്മൾ ഇന്നീ കാണുന്ന ഈ ഒരു ലൈറ്റ് ഹൗസ് 1976 പണി കഴിപ്പിച്ചതാണ് കേട്ടോ. ഗീസ് അങ്ങനെ കണ്ണൂർ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഇവിടെ നോക്കി ഞാൻ പയ്യാമ്പലം ബീച്ചിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ ആ ദൂരെ കാണുന്നത്. പക്ഷെ റോഡ് മാർഗം പോകണമെങ്കിൽ അത് പിന്നെയും ഒരു 3-4 കിലോമീറ്ററോളം കറങ്ങി പോകേണ്ടി വരും. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ അടുത്താണ്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ പുതുവൈപ്പിൻ്റെ ഒക്കെ അത്രയും പൊക്കമില്ലാന്ന് തോന്നുന്നത്. പുതുവൈപ്പൊക്കെ കയറി മുകളിലെത്തിയപ്പോഴത്തേക്കും ഡെഡായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ പ്രശ്നം തോന്നണില്ല, അത്രയും ഒരു ഹൈറ്റിൻ്റെ ഇത് തോന്നണില്ല. പിന്നെ ലൈറ്റ് ഹൗസിനോട് ചേർന്ന് തന്നെ ഉള്ളൊരു മ്യൂസിയം ആണ് കേട്ടത്. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറേ സംഭവങ്ങൾ കാണാൻ പറ്റുന്നത്. ലെക്ലാൻഷ്യ സെല്ലുകൾ, അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറേ ഉപകരണങ്ങളും അന്നത്തെ ആ ഒരു ബാറ്ററികൾ, ഫോഗ് വെല്ലുകൾ, ഇതൊക്കെ നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അന്ന് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലൊക്കെ ഉപയോഗിച്ചിരുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ അതിനകത്ത്. പിന്നെ ഇതൊക്കെ വേപ്പറൈസേഴ്സാണ്. ഈ വേപ്പറൈസേഴ്സൊക്കെ ഈ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. പിന്നെ പെട്രോളിയം വേപ്പർ ബേണർ ഓഫ് മിനിക്കോ ലൈറ്റ് ഹൗസ് 1885-ലാണ് കേട്ടോ ഈ കാണുന്നത്. 137 വർഷത്തോളം പഴക്കമുണ്ട്. പിന്നെ അതായത് പെട്രോളിയം വേപ്പർ ബേണേഴ്സാണ്. കാപ്പിലറി പമ്പ്, അലാദിൻ ലാമ്പ് അത് കൊള്ളാമല്ലോ. ഈ അലാദിൻ ലാമ്പൊക്കെ എന്തിനു യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. എന്തായാലും അതൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കട്ടെ, ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. കാപ്പിലറി ലാമ്പുണ്ട്. സാഗർ ദ്വീപ് കപ്പലാണല്ലോ. അതുപോലെ പെരീജി, ഇതൊക്കെ എന്താണോ സംഭവം, നോ ഐഡിയ. പിന്നെ ഇത് സെക്സ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. അതായത് ആംഗിളുകളൊക്കെ, ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ആംഗിളുകൾ മെഷർ ചെയ്യാനായിട്ട് അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് കേട്ടോ. ഈ റാക്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീക്കണുകളാണ്. മെയിനായിട്ട് നാവിഗേഷൻ പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതെന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 3 പോയിൻ്റ് ലാമ്പ് ചേഞ്ചർ, നോ ഐഡിയ. പിന്നെ ലാമ്പ് ചേഞ്ചർ യൂസ്ഡ് അറ്റ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്. അതുപോലെ തന്നെ ലാമ്പ് ചേഞ്ചർ യൂസ്ഡ് അറ്റ് വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് ഉണ്ട്. പല ലൈറ്റ് ഹൗസുകളിൽ നിന്നുള്ള കുറേ സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ബേപ്പൂർ ലൈറ്റ് ഹൗസിലത്തെ ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ വൈപ്പിൻ ലൈറ്റ് ഹൗസിലത്തെ ലാമ്പ് ചേഞ്ചർ ഉണ്ട്. പോർബന്ദർ ലൈറ്റ് ഹൗസിലത്തെ ലൈറ്റിംഗ് അപ്പാരറ്റസുകളൊക്കെ ഉണ്ട്. എന്തായാലും ഇതുപോലെയുള്ള നമുക്ക് പേരും നാളും ഒന്നും അറിയാത്ത ഒരുപാട് അപ്പാരറ്റസുകൾ നമുക്ക് ഈ ഒരു മ്യൂസിയത്തിനുള്ളിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ അറിയാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെ ഇതിനെ പറ്റിയിട്ട് കൂടുതലൊക്കെ പഠിക്കുവാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ലൈറ്റ് ഹൗസ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. എല്ലാം കാണുക, വായിക്കുക, കൂടുതൽ വായിച്ചറിയുക. അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ എങ്ങനെ പോയാലും 1 മണിക്കൂറെങ്കിലും ഈ ഒരു ലൈറ്റ് ഹൗസിൽ സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്. അതല്ല എങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ലൈറ്റ് ഹൗസ് കണ്ടിട്ട് ഇറങ്ങാവുന്നതാണ്. അപ്പം നേരെ റൂം എത്തണം, പാക്ക് ചെയ്യണം, റൂം വെക്കേറ്റ് ചെയ്യണം, ഫുഡ് കഴിക്കണം, കുറേ ടാസ്ക് ഉണ്ട് ഇനി. ചെറുതായിട്ടൊരു പണി ഇട്ടിട്ടുണ്ട്. എൻ്റെ ഫോൺ ഓഫായി. ലൊക്കേഷൻ ഫോണിൽ കിടപ്പുള്ളൂ. എനിക്ക് കറക്റ്റ് ഞാൻ എവിടെ താമസിക്കണത് അറിയാൻ പാടില്ല. ഇനിയിപ്പോൾ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് കണ്ടുപിടിക്കണം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എന്തായാലും എങ്ങനെയും ചോദിച്ച് എത്താൻ പറ്റും. അവിടെ നിന്ന് ഇനിയും നമ്മുടെ റൂമിലേക്കുള്ള വഴി ഞാൻ തന്നെ കണ്ടുപിടിക്കണം. ഫോണിലാണെങ്കിൽ ലൊക്കേഷൻ സേവ് വെച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, എല്ലാവരും എക്സ്പീരിയൻസ് അല്ലേ, കണ്ടുപിടിക്കാൻ എന്തായാലും വേറെ വഴിയില്ലല്ലോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ അലക്കിയിട്ട തുണിയൊക്കെ അതേ ഉണക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. റൂമിനകത്ത് ഫാനൊക്കെ ഇട്ട് ഒരുമാതിരി തോർന്നിട്ടുണ്ടെല്ലാം. പക്ഷെ എന്നാലും വെയിൽ കൊള്ളാണ്ട് ഉണങ്ങത്തില്ല. നമുക്ക് മടക്കി വെക്കാനൊന്നും പറ്റത്തില്ല, നനവുണ്ട്. ജീൻസൊക്കെ വെള്ളം പോലാണ് ഇരിക്കും ഇപ്പോഴും. അപ്പോൾ ഞാൻ അതൊക്കെ താഴെ വിരിച്ചിട്ടു. ഷൂവിനകത്തൊക്കെ വെള്ളമാണ്. ഷൂമാതിരി ചീഞ്ഞ മണമുണ്ട് ഒരുമാതിരി. ഞാനത് വെയിലത്ത് വെച്ച് അതിൻ്റെ ഉള്ളിലത്തെ സാധനമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇതെല്ലാം അവിടെ വിരിച്ചിട്ടൊക്കെയാണ്. ഇവിടെ സേഫാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ പോയിട്ടൊന്ന് കുളിച്ച് സെറ്റായിട്ട് വരാം. അപ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് ഒരുവിധം ഉണങ്ങിയും കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര വെയിലാണ് ഇവിടെ നിൽക്കാനായിട്ട്. വെയിൽ കൂടട്ടെ എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അയ്യോ, പോയി കുളിക്കട്ടെ. അപ്പോൾ ഇതേ അലക്കിയിട്ട തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. തുണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടാ. ഇനിയിപ്പോൾ നേരെ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്, ഫുഡ് കഴിക്കാൻ ഇറങ്ങാൻ പോവാണ്. ഒരിടത്ത് ഒതേൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. ഫിഷ് ഫുഡുകൾക്ക് ഭയങ്കര പേര് കേട്ടൊരു ഹോട്ടലാണ്. അപ്പോൾ ഏതായാലും ഞാൻ ആ പറഞ്ഞ ഫുഡ് സ്പോട്ടിൽ എത്തിയിട്ടാണാവേ. അപ്പോൾ സുഹൃത്തുക്കൾ, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒരു ഹോട്ടൽ ഒതേൻസ്. കീഴ് കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാം. എൻ്റെ ഓംലെറ്റും അതിൻ്റെ ഒപ്പം മീനിൻ്റെ പൊടിയാണ്. ഞാൻ ബ്രോ കഴിക്കുന്ന കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ബ്രോ ഇവിടെ തന്നെയാണ് സ്ഥലം. പേരെങ്ങനെയാ? തസ്ലീം.
ഫുഡിങ് കഴിഞ്ഞിട്ടോ ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് എല്ലാം. നമ്മൾ ഇന്നലെ കിടന്ന റൂം ഇതാണ് കേട്ടോ. ഇത് അത്യാവശ്യം സെറ്റ് റൂമായിരുന്നു, ചെയ്യാനുണ്ടായില്ല. പ്ലഗ് പോയിൻറ്റ്സ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അതുപോലെയാണ് സിംഗിൾ ബെഡ്, ചെയർ, ഫാന്, കാര്യങ്ങളൊക്കെ അതിൽ ഓക്കെയാണ്. ടോയ്ലറ്റ് ആണെങ്കിലും അത്യാവശ്യം നീറ്റാണ്. ഇവിടുത്തെ ഡബിൾ റൂം വരുന്നത് ഇതാണ് കേട്ടോ. 2 പേർക്ക് കിടക്കാവുന്ന റൂം. ഇതിന് 700 രൂപയാണ് റെൻറ്റ് വരുന്നത്. മറ്റു റൂമിനേക്കാളും കുറച്ചുകൂടി വലുതാണെന്ന് തോന്നുന്നു. പിന്നെ ബെഡ് വലുതാണ്, നല്ല ടോയ്ലറ്റാണ്, ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ഇന്നലെ സ്റ്റേ ചെയ്ത ആ ഒരു സ്ഥലത്തെ അവിടുത്തെ ചേട്ടനാണ് കേട്ടോ. ഹായ് ചേട്ടാ. ഹായ്. പേരെങ്ങനെയാ? നിസാർ. ഓക്കെ. ചേട്ടനായിരുന്നു ഇന്നലെ നമ്മൾ വന്നപ്പോൾ റൂം എടുക്കാൻ നേരത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ചേട്ടനാണ്. പോയിട്ട് ഇപ്പം വീണ്ടും വന്നാണ്. അപ്പോൾ എന്തായാലും ശരി. അപ്പം പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ കാണാം. ബൈ. അപ്പോൾ ഗോയ്സ് ഞാൻ ഈ റൂമൊക്കെ കയറ്റിയത് താഴേക്ക് ഇറങ്ങാൻ കേട്ടോ. എനിക്ക് കിട്ടിയ റൂം 2nd ഫ്ലോറിലായിരുന്നു. അതുകൊണ്ട് തന്നെ കയറിൽ ഇറങ്ങുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂമൊക്കെ നല്ലതായിരുന്നു, ഇവിടുത്തെ പെരുമാറ്റം നല്ലതായിരുന്നു, എല്ലാം നല്ലതായിരുന്നു കേട്ടോ. എല്ലാം നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ നമുക്ക്. പിന്നെ ഗൂഗിൾ മാപ്പിൽ കൊടുത്തേക്കുന്ന ലൊക്കേഷൻ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ അല്ല. ഗൂഗിൾ മാപ്പിൽ ആ ഒരു സംഗമം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ലോഡ്ജ് ഉണ്ട്. ആ ഒരു പേര് കൊടുത്താൽ മാത്രമേ ഇവിടുത്തെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ എത്തത്തുള്ളൂ. അവിടുത്തെ തന്നെ ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും കറക്റ്റായിട്ട് ഉള്ളൊരു ലൊക്കേഷൻ ഇതിൻ്റെ ഒപ്പം ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. ഇവിടുത്തെ കോൺടാക്ട് നമ്പറും കൊടുത്തേക്കാം. നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് വന്ന് നോക്കാവുന്നതാണ്. സിംഗിൾ റൂംസിന് 400 രൂപയാണ്, ഡബിൾ റൂംസിന് 700 രൂപയാണ്. സിംഗിൾ റൂംസും ഡബിൾ റൂംസും എല്ലാം കൂടി ഒരു 35 റൂംസ് ഉണ്ട്. താല്പര്യമുള്ളവർ വന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ആ ഒരു സ്ഥലത്തിൻ്റെ ഓണർ അദ്ദേഹമാണ് കേട്ടോ. ഹായ് ചേട്ടാ, പേരെങ്ങനെയാണ്? ഹാഷിം. ഇതാണ് ഇവിടുത്തെ കാർഡ്, കെയർ ഫോർ ലോഡ്ജസ് ആൻഡ് ഹോസ്റ്റൽ. അപ്പം ഇവിടുന്ന് ഇപ്പം ഇറങ്ങാൻ പോവാണ്, നേരെ കാസർഗോഡേക്ക് പോവാണ്. കാസർഗോഡ് നമ്മുടെ ചങ്ങായി ഉണ്ട്, അപ്പം അങ്ങോട്ടേക്ക് പോവാണ്. പോകുന്ന റൂട്ടിൽ വേറൊരു ചങ്ങായിനെ കാണാനുണ്ട്. എൻ്റെ ലഗേജ് ഫുൾ ഞാനിപ്പം ഒരു ഓൾമോസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചൊക്കെയാണ്. ഇനി ജസ്റ്റ് ഒരു കെട്ട് കൂടി കെട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആയി. അപ്പം ഞാനതൊക്കെ കൂടി ചെയ്തിട്ട് ഇവിടുന്ന് ഇറങ്ങട്ടെ. നമ്മളിത് പറശ്ശിനിക്കടവിൻ്റെ അമ്പലത്തിന് അങ്ങോട്ട് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഗോയ്സ് ഞാൻ സ്റ്റേ ചെയ്ത സ്ഥലത്തു നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇപ്പം പറശ്ശിനിക്കട വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ ഒരു ചങ്ങായി കൂടിയുണ്ട്. ഇരുട്ടാണ്, ഞങ്ങൾ ഇരുട്ടത്ത് നിന്നിട്ട് സംസാരിക്കുന്നത്. ഇതിപ്പോൾ ഇവനാണ് ഞാൻ പോകുന്നതിൻ്റെ ഒരു ചങ്ങായി കാണുമെന്ന് പറഞ്ഞില്ലേ. അപ്പം അവൻ്റെ പേര് ശ്രീദേവ് എന്നാണ്. ഞങ്ങൾ കണ്ടിട്ട് പറഞ്ഞതല്ലടാ, ഇപ്പം 2 വർഷത്തിന് മേലെ കണ്ടിട്ട്. നമ്മൾ നെറ്റിൻ്റെ കോച്ചിങ്ങിന് ഞാനും ഇവനും ചെറുതായിട്ടൊരു ട്രൈ നോക്കിയായിരുന്നു. അപ്പം ഞാനിപ്പോൾ തളരാതെ എഴുതിക്കൊണ്ടിരിക്കുന്നു. അവൻ ഇപ്പോഴും എഴുതുന്നുണ്ട് ഗീസ്. അവനിപ്പോഴും നെറ്റും ഗേറ്റും എല്ലാ സാധനവും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ എഴുത്ത് ഒരു 3 വർഷം മുന്നേ നിർത്തിയിട്ട് യൂട്യൂബിലേക്ക് തളർന്ന് പിൻവാങ്ങിയിരിക്കുന്നു. കുട്ടേട്ടൻ തളർന്നിട്ടൊന്നുമില്ല, പക്ഷെ കുട്ടേട്ടൻ വിട്ട്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി എന്താ പറയുക, മുത്തമ്മനെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഞാൻ മുമ്പ് ഒരു വട്ടം ഇവിടെ പറശ്ശിനിക്കട വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇവിടെ വർഷത്തിൽ 10 ദിവസം എന്താണ് പരിപാടികളൊന്നും ഇല്ലാതുള്ളത്. ആ ഒരു ദിവസമായിരുന്നു ഞാൻ അന്ന് പോയത്. അപ്പോൾ അന്ന് ഇവിടെ ബഹളം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് തെയ്യമൊക്കെ ആയിട്ട് നല്ല രസമാണ്. തെയ്യം തന്നെ അല്ലത്, തെയ്യമാണ്. എന്തോ സംഭവം എന്തൊക്കെയുണ്ട്, നല്ല രസമാണ് കാണാനായിട്ട്, കേൾക്കാനായിട്ട് നല്ല രസമാണ്. കൊട്ടും ബഹളമൊക്കെ ഉണ്ട്. എൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് പടക്കം പൊട്ടിക്കുന്നുണ്ട്. ഇത് കാണാൻ കുറേ ആളുകളുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ അതിൻ്റെ ഉള്ളിലുണ്ട്, ഒരുപാട് ഭക്തജനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ഞങ്ങൾ അവിടെ ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിലിരുന്നു. പിന്നെ ഒരു പയറിൻ്റെ ഒരു സംഭവമുണ്ട്, ഞാൻ അന്ന് വന്നപ്പോഴും കഴിച്ചായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് കഴിച്ചു, ചായ കുടിച്ചു. അത് തന്നെ 2 വട്ടം വാങ്ങിച്ച് കഴിച്ചു. കാരണം ഇനിയിപ്പോൾ എന്തായാലും കാസർഗോഡ് എത്തിയിട്ട് ഞാൻ ഫുഡിങ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ എന്തായാലും ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങുകയാണ്. ഓനും ഓൻ്റെ പാട്ടിന് പോകുന്നു, ഞാൻ എൻ്റെ പാട്ടിന് പോകുന്നു. എടാ അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? രണ്ട് ഡയലോഗ് കളിക്കോ, ചാനലിൽ പോയി 2 ഡയലോഗ് കളിക്കോ. സോളോ സഞ്ചാരിക്ക് അഭിവാദ്യങ്ങൾ. പോടാ. അപ്പം എന്തായാലും നമ്മളിനി ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കാണുക. അപ്പം അവിടെ ഓക്കെ എന്നാൽ അപ്പം പോയിട്ട് ഞാൻ ട്രിപ്പൊക്കെ ഉഷാറാക്കിയിട്ട് വരാം. പൊളി. എൻ്റെ മുത്ത അവിടെ ഇരിപ്പുണ്ട്, ചെക്കനെ അവിടെ വെച്ചൊക്കെയാണ്. അപ്പോൾ ഇതാണ് അമ്പലത്തിലേക്കുള്ള ഒരു വഴിയൊക്കെ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരു നോക്കട്ടെ.
അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് ഇപ്പം നീലേശ്വരമായിട്ടോ. ഞാൻ ഇതുവരെ കേരളത്തിൽ ടച്ച് ചെയ്യാത്ത ഒരേ ഒരു ജില്ല കാസർഗോഡായിരുന്നു. അപ്പോൾ ആ കാസർഗോഡ് നമ്മളിന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 1 മണിക്കൂറുണ്ട് നമ്മുടെ ജുനൈദ് ബ്രോയുടെ ആ ഒരു ലൊക്കേഷനിലേക്ക് 40 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് സൈഡാക്കിയതാണ്. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. ഉറക്കം മാത്രമല്ല, ഭയങ്കര പൊടിയാണ്. ഇവിടെ ഇങ്ങോട്ട് വരുന്ന വഴികൾക്ക് NH പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബ്ലോക്കുമാണ്, ഭയങ്കര പൊടിയാണ്, റോഡും ഭയങ്കര മോശമാണ്. അപ്പോൾ വണ്ടി ഇങ്ങനെ ഈ പൊടി കൂടെ കുറേ ഓടിച്ചിട്ട് എനിക്ക് എന്തോ പോലെ. അപ്പോൾ ഞാൻ നിർത്തിയിട്ട് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ച് ഇനിയിപ്പോൾ എന്തായാലും ഇവിടുന്ന് ലീവ് ചെയ്യാണ്. നമുക്ക് ഒരുപാട് ലേറ്റ് ആകാൻ പറ്റത്തില്ല. ഒരു മാക്സിമം 10-10 ആകുമ്പോഴത്തേക്ക് എത്താനുള്ളൊരു ശ്രമത്തിലാണ്. എന്നാലും ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങിയേക്കാം. അയില മുളകിലിട്ടത് സ്ഥിരം സ്പോട്ടുകളുണ്ട് അതുകൊണ്ട്. അപ്പോൾ ഞാൻ കാസർഗോഡാണ് കേട്ടോ. കാസർഗോഡ് വന്നിട്ട് ഇന്നലെ വന്നു. ഞങ്ങൾ ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ടായിരുന്നല്ലോ. നൈറ്റ് ഞങ്ങൾ കയറി പൊറോട്ടയും ബീഫൊക്കെ അടിച്ചു. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും കൂടെ നമ്മുടെ ഒരു ചങ്ങായി ഉണ്ട്, ജുനൈദ് ബ്രോ ഉണ്ട്. ഞാൻ മൂപ്പരൊന്ന് പരിചയപ്പെടുത്താവേ. ഹൈ ബ്രോ. ഞങ്ങൾ 2 വർഷം മുമ്പ് മൂന്നാറിൽ KSRTC ബസ്സിൽ നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് 100 റുപ്പീസ് സ്റ്റേയുടെ സമയത്ത് എനിക്ക് 333 സബ്സ്ക്രൈബേഴ്സുള്ള സമയത്ത്, ജുനൈദ് ബ്രോയ്ക്ക് 2000 സബ്സ്ക്രൈബേഴ്സുള്ള സമയത്ത് അന്ന് മീറ്റ് ചെയ്തതാണ്. ഇന്ന് മൂപ്പർക്ക് എത്ര ഉണ്ട്? ഇപ്പം 30,000 സബ്സ്ക്രൈബേഴ്സുള്ള മൂപ്പർക്ക് ഉണ്ട്. ഞാനും പതുക്കെ പച്ച പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബ്രോ ഇവിടെയാണ് ബ്രോയുടെ സ്ഥലം കാസർഗോഡാണ്. ശരിക്കും പ്രോപ്പർ ഹൗസ് ഒക്കെ വരുന്നത് കാസർഗോഡ് കർണാടക ബോർഡറിൽ ഉള്ളൊരു സ്ഥലത്താണ്. ഒരു 45 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഡെലമ്പാടിയിലാണ് ബ്രോയുടെ വീടൊക്കെ വരുന്നത്. പക്ഷേ ഇവിടെ ചെറിയൊരു റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഇന്നലെ വന്നു. ബ്രോയുടെ കൂടെ ആയിരുന്നു ഇന്നലെ നിന്നതൊക്കെ. അപ്പം ഇന്നിപ്പോൾ ഇവിടെ അടുത്തൊരു വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, ഹോട്ടൽ സെഞ്ച്വറി. അപ്പോൾ അടുത്ത എന്താ പറയുക വെജ് ഫുഡ്സ് ഒക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞുകൊണ്ട് ബ്രോ വിളിച്ചിട്ട് വന്നതാണ്. അങ്ങനെ ഫുഡ് കഴിച്ചു. സൂപ്പറല്ലേ, നല്ല ഫുഡായിരുന്നു. അപ്പോൾ കോഴ്സ് അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടുന്ന് ബേക്കൽ ഫോർട്ട് പോകാൻ വേണ്ടി ഇറങ്ങാണ്. തിരിച്ചു ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മളിവിടെ വരും. ഇവിടുന്ന് ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ട് നേരെ മാംഗ്ലൂർക്ക് പോകും. അതായത് ഇന്ന് ഞാൻ കേരളം വിടും. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് 1 മാസത്തോളമായി. ഈ 1 മാസമായിട്ട് കേരളത്തിനുള്ളിൽ കിടന്ന് കളിക്കായിരുന്നു. എന്തായാലും ഇവിടുന്ന് ഇപ്പോൾ പോവാണ്. ഇന്ന് എന്തായാലും നമ്മൾ കേരളത്തിൻ്റെ ആ ഒരു ബോർഡർ കിടക്കും. നേരെ മാംഗ്ലൂർ പോകും. മാംഗ്ലൂർ അല്ലെങ്കിൽ ഉടുപ്പി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ കുറച്ച് ദിവസം സ്റ്റേ ചെയ്തിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോസൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് ലാഗ് വരുന്നുണ്ട് വീഡിയോസിന്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓക്കെ ആക്കി എടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ബേക്കലിലത്തെ കാഴ്ചകൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. ഈ വീഡിയോടൊപ്പം ചേർക്കുന്നില്ല. അത് അടുത്ത വീഡിയോയിൽ അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ എന്തായാലും ഇട്ടേക്കാം. അപ്പോൾ ഗുയിസ് നമ്മളത് ബേക്കലിലേക്ക് പോകുന്ന വഴി പെട്രോൾ എടുക്കാൻ കയറിയാണ് കേട്ടോ. ഹായ് ചേട്ടാ. ഹായ്. പേരെങ്ങനെയാ? ധനിക്. ഇത് നിങ്ങളുടെ പമ്പാത്? അതെ, നമ്മുടെ പമ്പാണ്. ഞാൻ ടൈറ്റിൽ കണ്ടാൽ ഞാൻ നിങ്ങൾ നോക്കിയത് സോളോ സഞ്ചാരി കണ്ട ഒരു ക്യൂരിയോസിറ്റിയിൽ വന്നതാണ്. വന്നു കഴിഞ്ഞ് ട്രാവൽ എവിടെയാണെന്ന് ചോദിച്ചു. ഓൾ ഓവർ ഇന്ത്യ എന്ന് ട്രാവൽ പോകുമെന്ന് പറയുന്നത്. എനിവേ കൺഗ്രാറ്റ്സ്, ഹാപ്പി ജേർണി. താങ്ക് യു സോ മച്ച്. ശരി. അപ്പോൾ ശരി ബ്രോ. ഓക്കെ. നമ്മളിത് പെട്രോൾ അടിക്കാൻ കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണേ. എന്തായാലും ഈ ഒരു എപ്പിസോഡോട് നിർത്തുകയാണ്. നമ്മളെല്ലാവരും പറഞ്ഞ പോലെ ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. INB ട്രിപ്പിലാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക. അപ്പോൾ ബൈ.